ചക്ക വെട്ടൽ നടക്കുന്നു. പഴുത്തുണ്ടാവോ ചക്ക? പഴുത്തിട്ടില്ല. പഴുത്തിട്ടില്ല, പച്ചയാണെങ്കിൽ നമുക്ക് ചൊള എടുക്കാട്ടല്ലേ ചേട്ടാ? ആ വലിയ ചക്ക ഊരാ. അല്ല നമുക്ക് പഴുത്താലും കുരുവിന് കുഴപ്പമില്ലല്ലോ. അല്ലാന്ന് ചക്കച്ചോള നമുക്ക് കുറച്ച് ബീഫിലിടാം. വേണ്ട, അത് നല്ല രസല്ലേ? അതുണ്ടാക്കി അത് ആദ്യം കഴിയും. വേണ്ട ചേട്ടൻ പറയണം ചേട്ടൻ തന്നെ. മധുരയാ? നല്ല മധുരണ്ടാ? അപ്പൊ നടക്കില്ല ചേട്ടാ. അപ്പൊ വെള്ളം പിടിച്ച മധുരാണെന്ന് നോക്കട്ടെ. കൂട്ടാന്റെ ടേസ്റ്റ് മാറിപ്പോ മധുരായി കഴിഞ്ഞാ. ഇതിന് നന്നായി മുളഞ്ഞുണ്ട്. ആ ശരിയാ, മുളഞ്ഞതിന്റെ പ്രത്യേകത ബാക്കിലത്തെ ഉപയോഗം. ഫ്രണ്ടിലത്തെ ചക്കളിനി ഏറ്റവും മൂടിയിലാ നിൽക്കണം, ബാക്കിയുള്ളൊക്കെ വീണുപോയി. ചെറിയേട്ടൻ ചേച്ചി അമ്പലത്തിൽ പോയി കേട്ടാ. ഞായറാഴ്ച കാലത്ത് അവർ അമ്പലത്തിൽ ഇവിടെ ബീഫ് ചക്കയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ചെറിയേട്ട എത്തും ഇങ്ങട്. ഞാനേ ഇരിക്കാനായിട്ട് ഇത് സരിത അപ്പുറത്തിരുന്നത്. ഇത് ആ പ്ലാവിൻ്റെ അല്ല പ്ലാവിൻ്റെ ആ ചക്കര അപ്പുറത്തിരുന്നു കണ്ടോ. നല്ലോണം നാളെ വേണം. അല്ല എൻ്റെ വീട്ടിലും നമ്മുടെ വീട്ടിലും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് കേട്ടാ. ഞാൻ പഴയ രീതിയാ നന്നായിട്ട് വറുത്തിടണം, അരച്ച് ചേർക്കണം. ആ അതേ ചക്കൂരാണ് മുള വന്നിട്ടുണ്ടാ. അത് കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികം. ഈ ചൊളയിലൊന്നും കുരുവില്ലല്ലോ. അതന്നെ ഞാൻ പറഞ്ഞത്. ഇതാണെങ്കിലും ചൊള വലിയതും കുരുക്കിണ്ട് കണ്ടോ. അതേണ്ട അത് പറഞ്ഞോണം വലിയ കുരു എന്ന് പറഞ്ഞിട്ട്. അത് വലിയ കുരു തന്നെയാ. കുരുവില്ലടാല ഇല കുരു ഇവിടേക്കിട്ടോ. അതിനൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഒരു 10 മിനിറ്റ് മതി. ആ അപ്പോൾ പിന്നെ വെട്ടിയെടുക്കാൻ സുഖമാണത്. പൊടിയൊന്നും തൊലിയൊക്കെ കളയാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അതിലത്തെ കുരു എടുക്കല് കഴിഞ്ഞാ ഞാൻ ഇതല്ല കുരു മുളച്ചിട്ടുണ്ട്. മുള കളയില്ല വേണ്ടോ? മുളച്ച കുരുവിനൊരു മണം ഉണ്ടാവും. അത് പച്ചവട കാണിക്കുമ്പോഴാ അത് നമുക്ക് എന്റെ വീട്ടിന്റെ രീതി ഇല്ലാട്ടാ. കഴിയും. ഈ ചക്കച്ചോള പറിച്ചിരുന്ന ചക്കച്ചോള പറിക്കണ്ടെങ്കിൽ കുരു കിട്ടുക. കുരുവിനെ ഞാൻ മാത്രമായിട്ട് ഇങ്ങോട്ട് എടുക്കും പൊളിച്ച്. നോക്കിയേ ഇതിലൊന്നും കുരുവില്ല. അല്ല അതിന്റെ കുരുവൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. ചേട്ടാ അവിടെയുള്ള ആ ചെറിയ ചക്ക എടുത്തിട്ട് വന്നാല് ചെറുതൊരഞ്ഞിട്ടില്ലേ? അതിന് മുളയുണ്ടാവില്ല. അല്ലാന്ന് ആ ചോള നമുക്ക് ഇടാന്ന്. എനിക്ക് ചക്ക ഇട്ടിട്ടുള്ള ബീഫ് തിന്നാൻ തോന്നിട്ട് പാടില്ല. എന്റെ മൈക്കൂരി ഞാൻ എടുത്തിട്ട് വരാം. ചേച്ചിയുടെ ശ്വാസം വലിക്കുന്ന ശബ്ദം പോലെ നമുക്ക് പിടിച്ചെടുക്കാം. മൈക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്ത് ചേച്ചി ശ്വാസം വരെ വലിക്കില്ല. ഞാൻ പോയിട്ടേ മറ്റേ വേറൊരു ചക്ക ഇട്ടിട്ടുണ്ടല്ലോ, അത് എടുത്തിട്ട് വരട്ടെ. പച്ച അല്ല പച്ചയല്ല, ഒരു ചെറുതിട്ടിട്ടില്ലേ, അത് ചിലപ്പോ പഴുത്തുണ്ടാവില്ല. അപ്പൊ നമുക്ക് അതിന്റെ ചൊള എടുത്തിട്ട് കുറച്ച് ബീഫില് ചൊള ഇട്ടിട്ട് വെക്കാല്. അതെ അന്ന് ഇത് പറിച്ചിടാൻ വാ. ചേട്ടൻ വിശന്ന് തുടങ്ങിയുന്നുണ്ട്. ഞങ്ങളാരും കഴിച്ചിട്ടില്ല. ഇന്നലെ പൊറോട്ടയും ബീഫായിരുന്നു. ആരാ പറഞ്ഞ? അല്ലാണ്ട് നിങ്ങൾക്ക് രാത്രി ഭക്ഷണം ഇല്ലാണ്ടിരിക്കാനേ. രാത്രി കഴിച്ചില്ല. ബീഫ് ഒന്ന് ഇളക്കി ഇടുന്നുണ്ട് ചേട്ടൻ. എന്നിട്ട് വേണം ചക്ക എടുക്കാൻ പോവാൻ. വലുതെടുക്കണല്ലോ, ചെറുതല്ലേ എടുക്കണേ? അത് പഴുത്ത പോലെ ഉണ്ടല്ലോ. അതാന്നോള് കൂടുതൽ പഴുത്തേക്കണ് ചേട്ടാ. മണണ്ടാ പഴുത്തേന്റെ? പക്ഷെ അതിന്റെ കളർ കണ്ടിട്ട് അത് നന്നായി പഴുത്തു തോന്നുന്നു കേട്ടാ. രണ്ട് ചക്കക്കുരു ബീഫ് വെക്കുന്ന 2 ചക്കക്കുരു എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇതിടുന്നതിന് തുല്യോ ഏത് വേപ്പിടുന്നതിന് തുല്യോ ഉള്ളു. ചക്കക്കുരു കാണില്ല, അതുണ്ടാവില്ല. പക്ഷെ ചിലപ്പോ രസം ഉണ്ടെങ്കിലോ. പണ്ടല്ലേ നിങ്ങൾ ചക്കക്കുരു ഒക്കെ ഇട്ട് ബീഫ് വെക്കാറുണ്ടെന്ന് പറഞ്ഞു. നമ്മള് വെച്ചിട്ടില്ലേ മാമന്റെ
അത് ഇപ്പഴാ 10-45 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പാണ്. അതാ അന്നൊക്കെ എന്തോരം ഇറച്ചി വാങ്ങിക്കും, 1 കിലോ ഇറച്ചി വാങ്ങിക്കുമ്പോ ഒരു പറക്കൊട്ട ചക്ക ഊരി വിടും. അങ്ങനെ അന്ന് ഇറച്ചി വാങ്ങിയത് ആരല്ല, അത് വല്ലപ്പോൾ കൊല്ലത്തിലെ ആണ്ടൊരു കർക്കിടക സംക്രാന്തി 10 മാസം. പിന്നെ വല്ലപ്പോഴും നാടൻ കോഴി വീട്ടിൽ ഉണ്ടെങ്കിൽ ആ നാട്ടുകാരേക്കും കൂടി ഓടിച്ച് പിടിക്കണം. അല്ലെങ്കിൽ അല്ല ഈ പിടിക്കാൻ സഹായിച്ചവർക്ക് കൂട്ടാൻ കൊടുക്കേണ്ടി വരും. അവർക്ക് അതിനൊന്നും ആഗ്രഹമില്ല. അതൊക്കെ ഒരു നേരം പോക്കണം. ഈ നാട്ടില് ഓടിച്ച് പിടിക്കില്ല, ആർക്കും വേലിയും കീഴിയൊന്നും ഇല്ലല്ലോ. പിടിക്കാൻ സഹായിച്ചാലും അവർക്ക് കൂട്ടാൻ കിട്ടണമെന്നില്ല. ആർക്ക് കൊടുക്കാനും വിരുന്നുകാർക്ക് കൊടുക്കാനും മെയിനായിട്ട്. വിരുന്നുകാർ വരുമ്പോഴാണ് അങ്ങനത്തെ സംഗതികളൊക്കെ നടക്കുക കൂടുതല്. അല്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കണ്ടല്ലോ, കാലത്ത് അഴിച്ചിടുമ്പോ പിടിക്കാലോ അല്ലേ. കാലത്ത് അഴിച്ചിട്ട് വല്ലവർക്ക് നല്ല കൂടുണ്ടോ? കൂടുതൽ ഈ മരത്തമ്മിലും ഇരുത്തമ്മിലും ഉണ്ടാവുക. അതാണ് എല്ലാവരും ഓടിച്ച് പിടിക്കുന്നത്. അല്ല പിന്നെയുള്ളവർക്ക് ഈ മണ്ണ് കൂട് ഇങ്ങനെ ഉണ്ടാവുക ഉണ്ടെങ്കില. നമുക്ക് ഇഷ്ടം പോലെ കോഴികളാട്ടാ അല്ലേ. നമുക്ക് കോഴികളൊന്നുണ്ട് ഇന്നുണ്ട് എന്ന് പറഞ്ഞു. കോഴികൾക്ക് ക്ഷാമല്ലേ പക്ഷെ ഞാൻ കോഴി ഇറച്ചി തിന്നില്ലായിരുന്നു. അതിനുള്ള ക്ഷാമം തീർത്ത് ഇപ്പൊ തിന്നുണ്ടല്ലോ. വെച്ചാ ഒരു പിടി പിടിക്കുക. അല്ലെങ്കിൽ 5-ാമത്തെ വയസ്സ് വരെ തിന്നാണ്ടുന്നത്. 5-ാമത്തൊന്നുമല്ല, എനിക്ക് പോത്തിറച്ചിയെ വേണ്ടിയിരുന്നുള്ളൂ. എനിക്ക് കോഴി പറ്റില്ല. വീട്ടിൽ വളർത്തുന്ന കോഴീനെ കണ്ടിട്ട് പാവം തോന്നിട്ടാണോ? ഞാൻ കോഴി ഇറച്ചി തിന്നില്ലായിരുന്നു. 10ാം ക്ലാസ് ആയപ്പോഴാണ് കോഴി ഇറച്ചി തുടങ്ങിയത് ആദ്യമായിട്ട്. അല്ല അന്നത്തെ അത് നോക്കിയല്ലേ ചേട്ടാ പഴുത്തുണ്ടോന്ന്. അതെ പുളിയച്ചാ അന്നത്തെ കോഴി ഇറച്ചി ടേസ്റ്റ് കൂടും. അത് നാടൻ തീറ്റകൾ ഇങ്ങനെ എല്ലാ പറമ്പിലും കൊത്തി നിന്ന് നടക്കല്ലേ. അതന്നെ നമ്മള് ചക്ക നന്നാക്കല് കഴിഞ്ഞൂട്ടാ. ചക്കക്കുരു ഇത്രക്കാണ് കിട്ടിയിട്ടുള്ളത്. ചക്കച്ചോളത് ഇത്രയുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പൊ ഈ സാധനം വെട്ടി പൊളിക്കുമ്പോ സ്ലിപ്പല്ല കേട്ടോ. അപ്പൊ തന്നെ എടുത്ത കുരുവായ കാരം പഴുക്കല. അപ്പൊ ഒന്ന് ചട്ടിയിലൊന്ന് ചൂടാക്കിയിട്ട് വെള്ള കളറാവും. അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞ്, തൊലി കളയാ വേണ്ട, ഉള്ളിലത്തെ മുരി കളയണ്ട. മുരി കളയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വെടുപ്പാക്കൽ കഴിഞ്ഞു. ഇനി ചക്കൂര് വെട്ടി നോക്കണം, അത്രേ ഉള്ളൂ. ഇതാരും തീർത്തില്ല ഇതുവരെയായിട്ട്. ചേട്ടന് അണ്ടി ചൂടണില്ലേ? ആ കശുവണ്ടി എന്ന് പറയണ കേട്ടാ. കശുവണ്ടി നാട്ടിൽ ഭയങ്കര തെറിയാണ്. അതന്നെ പറഞ്ഞാല് അല്ല കശുവണ്ടി എന്ന് പറയാ, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് എന്ന് പറയാ. അല്ല പല നാടുകളിലും നോർമലായിട്ട് പറയണ ചില വാക്കുകൾ നമ്മുടെ തൃശ്ശൂര് ഭാഷയിൽ തെറിയുണ്ട്. ഇപ്പൊ തെക്കന്മാര് മുറ്റടിച്ചു പറഞ്ഞതിന് പറയണ വാക്കില്ലേ മുറ്റം, അതിവിടെ വലിയ തെറിയല്ലേ. നമ്മളങ്ങനെ പറയില്ല ഇവിടെ. എന്ന് വിചാരിച്ചിട്ട് അവര് പറയുമ്പോ നമ്മൾ അങ്ങനെ പറയരുത്, ഞങ്ങളിവിടെ തെറിയാന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇപ്പൊ തമിഴ്നാട്ടില് നമ്മുടെ മുടി എന്ന് പറയണ അവരുടെ അവിടുത്തെ വലിയ തെറിയല്ലേ. അപ്പൊ നമ്മൾ തമിഴന്മാരോട് നമ്മുടെ അവിടുത്തെ തെറി. അതെ അങ്ങനെ നമുക്ക് ട്രഡീഷണൽ ഭാഷനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളിത് പറഞ്ഞ് ശീലിച്ചാൽ നമുക്കിത് പറയുമ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. തിരുവനന്തപുരക്കാര് പറയില്ലേ അപ്പിട്ട ചായ എന്ന് പറയില്ലേ. അതെ അതിവിടെ ഒരു വൃത്തികെട്ട ഭാഷ. അതന്നെ അവര് മോനെ എന്ന് സ്നേഹത്തോടെ കൂടെ വിളിക്കണതാണ് ഈ അപ്പി എന്ന് പറയണത്. കൊള്ളിയാ ഊല്ലേ? വയനാടാണ് പോയിട്ട് ഇവിടെയുള്ളൊരു ഈ മറ്റേ കുറച്ച് ടൂറ് പോയിട്ട് എന്തിനാണ്ട് ചോദിച്ചു ഇങ്ങനെ വിറകിനെ എന്തിനാണ്ട് ചോദിച്ചു. 2 കൊള്ളി വിറക്. 2 കൊള്ളി കൊള്ളി ചോദിച്ചു. അവിടെ അടി കിട്ടി ഓടിയനെ. അടി കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് പോയവർക്ക് ടൂർ പോയവർക്ക് വയനാട് പോയിട്ട് അങ്ങനെ. എന്റെ ദൈവമേ ചോള പറിച്ചിട്ട് നഗമേനെടുത്തിട്ട് പാടില്ല. നമുക്ക് ആ പരിപാടി ഇല്ലല്ലോ. ചേട്ടൻ എല്ലാം സെറ്റാക്കി ഇങ്ങോട്ട് തരും. അരിഞ്ഞ് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടോ? അവിടെ വന്നിക്കണ്ട. മനസ്സിലായില്ല ഇപ്പൊ? മനസ്സിലായി. നന്നാവണം. ഇനി വറവ് മണം വരുമോ? ഇല്ല. ഇവിടെ കശുവണ്ടി ചൂടാൻ പോണ കേട്ടോ സരിത. ഓ എല്ലാവരും ഭാഷയൊക്കെ നന്നാക്കി തുടങ്ങി. നമ്മുടെ ചെറുപ്പകാലത്ത് ചക്കക്കുരു ചുട്ടു ഇന്നലെ കർക്കിടക മാസമാകുമ്പോ. ഇപ്പൊ കാലങ്ങൾ മാറിയില്ലേ.
ഇപ്പൊ കശുവണ്ടി പാവല്ലേ ചേട്ടൻ വരെ കശുവണ്ടിന്നാക്കി. ഇത് ഇറച്ചിയിലത്തെ ബീഫിലത്തെ വെള്ളം കുറഞ്ഞു തുടങ്ങി വെന്തുകൊണ്ടിരിക്കുന്നു. തിളപ്പോരല്ലോ. അത്ര മതി. ഇതേ അത്യാവശ്യം നന്നായി വീയത്തുണ്ട്. ആ ചേച്ചി ഇതേ വറുത്ത് കൊണ്ടുവന്ന സ്ഥലത്ത് അങ്ങോട്ട് അവിടെ വെച്ച് വെട്ടി നുറുക്കാം. ചൂടാറുമ്പോ ആക്കാം. അത് ചൂടാറിണ്ടാവും. ചേട്ടൻ വെട്ടി നുറുക്കിട്ടോ. അപ്പൊ എണ്ണ പരട്ടിയിട്ട് ഇത് കളഞ്ഞിട്ട് കൈ സോപ്പിട്ട് കഴുകി. ഉണ്ണി ഇടണേ ജഗു. ഭയങ്കര പാടില്ല. വല്ലാണ്ട് ഇതാക്കണ്ട. അതിലേക്ക് കുറെ കരിയും. ഒന്നും പോയി ഇല്ലെങ്കിൽ അതൊന്ന് തൊലി കിട്ടണ്ട. തൊലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ച് തിന്നതിൻ്റെ ഒരു ലുക്ക് തോന്നും. പോയോ ചേട്ടൻ പിന്നെ? ആ ജഗു നിർത്താൻ പോണ. ഇവരുടെ ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ അതില്. ചക്കക്കുരു എങ്ങനെ വഴുക്കിലൂടെ അങ്ങനെ നന്നാക്കാൻ പറ്റും? ഇതിന് മണിക്കൂറുകൾ വേണമെന്ന്. നിസ്സാരമാണ്, നിസ്സാരം കേട്ടാ. നന്നാക്കിയത് അജു ഇല്ലാട്ടാ. അജു ഇപ്പനെ ഒന്ന് പിടിച്ചോളൂ. ക്യാമറ ഓണായത് ഇരുന്നു. ജഗ്ഗു പറയാ വലിയച്ഛന് മൈക്ക് വെച്ച് കൊടുക്കണ്ട, കാണുന്ന ആൾക്കാരെ ചെവിളിയുന്നു. നമ്മുടെ വണ്ടി ചുട്ട് അവിടെ ഇരിക്കണ്ടോ, അടുത്ത് തല്ലിപ്പൊടിച്ച് തിന്നാൻ പോണ്. ഒരു നമുക്ക് ഇങ്ങനെ തിന്നാൻ പറ്റിയില്ല എന്നുള്ള ഗതികേട് ആലോചിച്ചിട്ടാണ് നമ്മള്. അല്ല തിന്നാലും ഇത് വിഷമൊന്നുമല്ല, ഏറ്റവും വിറ്റാമിൻസ് ഉള്ളതാണ്. വെന്തിട്ടില്ലല്ലോ. വെന്തിട്ടുണ്ടെങ്കിൽ തിന്നാലോ. ഇതിപ്പോ 1/2 കിലോന് കൂടുതലായിട്ടല്ലോ തൂക്കാം കേട്ടോ. 1/2 കിലോന് കൂടുതലുണ്ട്. നല്ല തൂക്കുണ്ട്. നമുക്ക് അണ്ടി ചേട്ടാ അത് എപ്പോഴും ആ വാക്ക വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ ഭാഷയിലെ വരുള്ളൂ. എനിക്ക് ഉറപ്പാ അതാവുള്ള രസം. ചക്കച്ചോള ഇട്ടിട്ട് വെച്ചത് അല്ലേ? ഇത് ഇത്ര കണ്ട പണ്ടെടുത്തിട്ട് പണി കൂടുതലാണ്. കൂടുതലായാലും ചിലപ്പോ ടേസ്റ്റ് ഉണ്ടാവായിരിക്കും കേട്ടാ, അറിയില്ല. ചേച്ചിക്ക് കഴിഞ്ഞ വട്ടം ചേച്ചി ചക്ക ഇടുമ്പോ ചേച്ചി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത് എന്താവും. രാത്രി എന്നിട്ട് കഴിച്ചോ 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 കഴിച്ചോ. അവൻ ഉണ്ണികൂട്ടിന് അമ്പലത്തിൽ പോയിക്ക. അമ്പലം സീമ അതില് ഉപ്പുണ്ടോ നോക്കിയോട്ടാ. അപ്പൊ എന്തായാലും ഒരു എന്റർടൈൻമെന്റ്. മതിട്ടാ. നമ്മുടെ ഇറച്ചി ഒരു 93% വേവായിട്ടാ. അപ്പൊ നമ്മള് ചക്ക ഊരു കഴുകിയതായിരിക്കും കഷ്ണമാക്കി. കുറച്ച് സമയം മതി. ഇത് വേവിനോട് കൂടി കറക്റ്റായി. നീ വേണമെങ്കിൽ തുറന്നിട്ട് വേവിക്കാൻ കുഴപ്പമില്ല. ചാടിപ്പോയി. ഉപ്പ് തിന്നോടിയിട്ടുണ്ട് കേട്ടാ. ഉപ്പ് ചേച്ചി പിന്നെ ഇട്ടില്ലല്ലോ? ഇല്ല ഇല്ല, എന്തായാലും ഇടേണ്ടി വരും. ഉപ്പ് കുറവ് തന്നെയാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചക്കകൂരും ചരിത്ര കുറച്ചു നേരം ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞേ? പണ്ട് പൊന്നൂക്കര. ഓ നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിൽ. എന്റെ കെട്ടിയാൻ ആദ്യമായിട്ട് കഞ്ഞി പണ്ട് 50 കൊല്ലത്തിന്റെ മുന്നേ കേട്ടോർന്നു. അതിന് മാറ്റി പിടിക്കാണ് ഇപ്പൊ. ഉപ്പിടണം എന്നല്ല പറഞ്ഞേ? മിളകേ ആവശ്യം നമുക്ക് ഒരു മുളക് ഇട്ട് കൊടുത്താൽ മതി. ഇത്തിരി സ്വല്പം കൂടി ഉപ്പ് ഇട്ട് വേണം. ചക്കൂറ്റികൾ ഉപ്പ് വേണ്ട. അത് സാധനം ഗ്ലാമറായിട്ട് കാണാനായിട്ട് കൊണ്ടാക്കാൻ പോ ചേച്ചി. മതില്ലേ? ഇത് വേണ്ടി വരില്ല. ഉപ്പും ഇല്ല. എരിവിന് വേണ്ടി വരുമോ? ഇല്ലല്ലോ. മസാല ചേച്ചി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? മസാല ഇട്ടിട്ടില്ല ചേട്ടാ നമ്മള്, ഗരം മസാല. അതെ, നമുക്ക് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇത് മൂടി വയ്ക്കാം. വെള്ളം കൂടോ? ഇല്ല, വെള്ളം വറ്റിക്കാൻ എന്നിട്ട് ചേട്ടന്റെ തലയില് പച്ചിട്ട് കലി അതവിടെന്നോട്ടെ പാവം. ചേട്ടൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇനി വലിയൊരെട്ട് കാലി വന്നിരുന്നാലും ചേട്ടന് കുഴപ്പമില്ല.
അയ്യോ ജഗ്ഗുന്റെ ബില്ല് വന്നു. ബാഗ് എടുത്ത് മാറ്റിക്കോട്ടെ, മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അയ്യോ അത് പിടിച്ചു പോയി. അവരെടുത്തിട്ട് നമുക്ക് പുറത്ത് നോക്കിയോളൂ. കയ്യിൽ വേണം. കുറച്ച് ബീഫിൽ കിട്ടാന്ന്. ആയിട്ടില്ല ചേട്ടാ. അത് പിന്നെ ചേട്ടാ പച്ചച്ചക്ക കുരുവിനെ ഇതുമാതിരി ഞെക്കി കഴിഞ്ഞാൽ അതിൽ മൂടും. ഇപ്പോഴാണ് സാധനം സൂപ്പറിലേക്ക് കിടന്നിട്ടാ. മഴ തൂളി തൂളിക്കോട്ടെ. ഇവിടുത്തെ ഫ്ലാറ്റ് കാണാൻ പറ്റിയ മൂടും. അതെന്നെ കാണിച്ചു തരില്ല. ഫ്ലാറ്റിന്റെ മുകളിൽ മഴക്കാരായി. അതുകൊണ്ട് ചേട്ടൻ അറിഞ്ഞില്ല മഴ പെയ്യുണ്ടോന്ന്, മഴ വരുന്നുണ്ടോന്ന്. അല്ല അവിടെ ആയിരുന്നു നമ്മുടെ വീട്ടിലായിരുന്നു ചേട്ടൻ പറഞ്ഞേനെ, മുന്നേ പ്രഡിക്റ്റ് ചെയ്തേനെ മഴ വരുന്നുണ്ടെന്ന്. ഇവിടെ നിന്ന് ഫ്ലാറ്റ് കാണാത്ത കാരണം അക്ഷമയുടെ കാത്തിരിക്കാണ്. ഇത് ബന്ധുട്ടാ, അത് ചക്കൂര് ബന്ധു. പക്ഷെ എന്തൊരു ചക്കൂര് ഇതിലുണ്ടോന്ന് തന്നെ അറിയില്ല കേട്ടാ. കുഴപ്പമില്ല, എത്ര മതി ചേട്ടാ. മതിയാ അല്ല ചക്കക്കൂര് എത്ര മതിന്ന്. ഇനി വേണമെങ്കിൽ കഴിച്ചു നോക്ക്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. വെള്ളം കുറച്ചുകൂടി വറ്റിക്കാന്ന് തോന്നുന്നു അല്ലേ? അത് തുറന്നിട്ടാണ്. അല്ല ഇറച്ചി എന്തോന്ന് നോക്കിയേ. ആ തുണ്ടും കൂടി ആയിക്കോട്ടെ. ചക്കൂരിന്റെ ഒരു ബലം പൊക്കോട്ടെ. തുറക്കാറായിട്ടില്ലേ അപ്പൊ? അത് വെന്തിട്ടില്ലേ നോക്കി. ബീഫ് വെന്തിട്ടില്ലേ നോക്കി. ഞങ്ങൾ നേരത്തെ കഴിച്ചതല്ല. ചേട്ടൻ കഴിച്ചോ അല്ലെ ജഗ്ഗുനോട്? ആര് ജഗ്ഗുവാ? ചക്കൂര് ചെറിയൊരു മുറുക്കുണ്ട്, നമ്മൾ വിടാണ്ട് രസമൊന്നും ചക്കൂര്. ചക്കൂര് രസമൊന്നും. വെന്താ ബീഫ് വെന്താ? ചക്കൂര് രസം അതിപ്പോ ചേട്ടൻ പറയണ്ട, എനിക്കറിയാം. ചക്കൂര് ഇന്നത്തെ ബീഫിൽ ചക്കക്കുരു ഇടുന്നത് കൊണ്ടാണ് തോന്നുന്നുണ്ട് മൊത്തത്തിൽ വീഡിയോ ഇന്ന് ഒരു ഡള്ളാണ് അല്ലേ? ചേട്ടന് വലിയ ഉഷാറില്ലേ? ഞാൻ അല്ല, കുറച്ച് ബീഫ് നമുക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ ചക്കക്കുരു ഇട്ടാൽ മതിയായിരുന്നു. എന്നിട്ട് അത് തന്നെ നമുക്ക് മറ്റേ കലത്തിലേക്ക് മാറ്റിയിട്ട് ലേച്ചിയെ അടുപ്പിൽ ഇങ്ങനെ നല്ലതാക്കി എടുക്കായിരുന്നു. ഇതും അങ്ങനെയാക്കി എടുക്കാം. ചക്കൂര് നീ വേർത്ത് ഞാൻ മാറ്റി തരാം. രസണ്ടാ? മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചേച്ചി വെള്ളം കൊടുക്കണേ. കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. പിന്നെ മസാലപ്പൊടി ഇടണോ? നമ്മൾ മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മസാലപ്പൊടി കൂടി ഇടണം. കുരുമുളക് പൊടി ഡ്രൈ മതി. മതിയല്ലേ ചേട്ടാ, എരിവുണ്ട്. വേപ്പിലേക്ക് ഞങ്ങളുടെ അവിടെ ഇട്ടാൽ മതി. അതല്ല ഗൾഫുകാരോട് UK ഉള്ളവരോട് പറഞ്ഞിട്ട് കയറുള്ളൂ അല്ലേ? ഇന്നല്ലോ ഞാൻ മധുരം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇറക്കാം. കുരുമുളക് പൊടി ഇട്ടു, മസാലപ്പൊടി ഇട്ടു, വേപ്പിലിട്ടു, നല്ല കുഴമ്പ് പരുവത്തിലായി. ചക്കൂരിന് ഇത്തിരി വേവ് കുറവുണ്ട്. അത് ഈ മുള വന്ന കാരണത്തോണ്ട്. അപ്പോൾ നമ്മളത് ഇറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തു. ഞാൻ ഇല വെട്ടിയിട്ട് വട്ടം കൂടി ഇരുന്നിട്ട് അവിടെ നിന്ന് കഴിക്കാന്ന് വിചാരിച്ചേ. ചെറുകടന്റെ ചമ്പലത്തെ വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ചെറുതായിട്ട് എത്തേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കഴിക്കാം. ഇവിടെ ഇരുന്നിട്ടാ തന്നെ ഇറക്കി വയ്ക്കാം അല്ലേ? ചാറ് ഫുള്ള് പറ്റും. ഇറക്കി വയ്ക്കണേ. നാടുപ്പം ഇറക്കി വയ്ക്കാം. ഇല മുറിച്ച് വരുമ്പോൾ മഴ. വല്ലഭന് പുല്ലുമായുധം. കറക്റ്റ് ആ ടൈമിലേക്ക് മഴ ഇറക്കാം. ഒരു ലക്ഷദ്വീപിലത്തെ കുത്തുകൾ പോലെ നമ്മൾ ഭൂപടത്തിൽ കാണുന്ന പോലെ അവിടെ ഇവിടേക്ക് ഉണ്ട് വരുന്നത്. അന്ന് അങ്ങനെ പറഞ്ഞിട്ട് അരിപ്പകല കാലിയാക്കിട്ട് നമ്മൾ പോയേ. അങ്ങനെ നമ്മളെ ചോറേ ഉണ്ണണില്ല എന്ന് പറഞ്ഞ ഇറച്ചി വെച്ചു. അതെ, നന്നായി. നാളിനെ കുത്തിടുന്നതും ഇത് സെയിം തന്നെയല്ലേ? കുത്ത് കിടക്കണ പോലെ തോന്നും കാണുമ്പോ. കയ്യില് ഇവിടെ ഇരട്ടെ ജഗന്നാഥൻ ചോറിനാൻ ചോറിനാ മതിയില്ല മതിയില്ല. ആ അടിപൊളി. കയ്യിൽ നിന്ന് കേട്ടാ
കഴുകിയിട്ട് പുറത്ത് പോകാണ്ട് നല്ല ക്ലീൻ ആയിട്ട് കഴിക്കും. നല്ലത് ഇവൻ ഇപ്പോഴും കഴിക്കാറില്ല. ഞാൻ തിന്നാൻ പോവാ. നമ്മളും തുരാച്ച കഴിക്കാണ്ടിരിക്കുമ്പോഴേ അല്ലെങ്കിൽ അവിടെ വാരി കൊടുക്കുമ്പോ അതിന്റെ വയറ്റിലേക്ക് എത്തട്ടെ കൊടുത്ത്. ചക്കോര് എത്ര പോരാ? അയ്യോ, നിങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യണ്ടായിരുന്ന? എനിക്ക് ഇതില് മതി. അതനാല് ചേട്ടാ ലേല കഴിച്ചോ. ജഗ്ഗുദേ പ്ലേറ്റ്. അയ്യോ, എനിക്ക് ഇത്ര വേണ്ട, പിന്നെ എടുത്തോണ്ടാവും. അതിന്ന് ഉണ്ണണേ, അച്ഛൻ്റെ ഉണ്ണണേ. അതെ, മഴ കാരണം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. നീ കഴിച്ചിട്ടാ വന്നേ? ചോറിൽ ഉപ്പ് കുറവല്ലേ? ചക്കൂര് നമ്മ ജഗ്ഗുനൊരു പ്ലേറ്റ് വേണ ചോറ് പോലെ തന്നെ. ഇത് കഴിച്ചോ എന്നാ. വാരി തരില്ലേ? വാരി തരില്ലേന്ന്. ചക്കൂര് പോരാ, മതി. ആർക്കാ? അവന് കൂട്ടാൻ കൊടുത്തോ. ചോറ് വേണ്ടെങ്കിൽ കൂട്ടാൻ കഴിച്ചു വിടറ. നിനക്ക് കറി കഴിച്ചു നോക്കിക്കോ, ടേസ്റ്റ്. അതെ, ചക്കൂര് പോരാ. നാളെരംകുത്താണ് ഇതിന്റെ ഇരട്ടി ടേസ്റ്റ് ആയിരുന്നു തോന്നുന്നു. നാളെരംകുത്തും ചക്കക്കുരുവിനും തമ്മിൽ ഇങ്ങനെ താരതമ്യം ചെയ്യാം. അതല്ല ഞാൻ പറയുന്നത്, നമ്മള് സാധനം കഴിക്കുമ്പോ അതിന്റെ ഒരു ഇത് മനസ്സിലാവില്ലേ? ഉണ്ടോ? ഞാൻ വേറെ പ്ലേറ്റിൽ ചോറുണ്ടോ? ചേച്ചി അകത്തിരുന്ന് കഴിക്കാൻ പോയാ? അമലു ഭക്ഷണം കഴിക്കണ്ട അവന്. ഒന്ന് ചെരിഞ്ഞാ കഴിക്കൂ. സരിക്ക് എന്താ പറയാ? കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിപ്പോ ചക്കക്കുരു ഇട്ടില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അല്ല അല്ലേ ചേട്ടാ? ചക്കിട്ട് വെച്ചതിന്റെ 7 ഇലക്കത്തേക്ക് വരലി കൂട്ടാൻ. ചക്കക്കുരു പിന്നെ പറഞ്ഞ പോലെ കുരു ശരിക്കും അങ്ങോട്ട് വെന്തിങ്ങനെ ഇതായിട്ടില്ല. കടിക്കുമ്പോ വെന്തുണ്ട്. ഇങ്ങനെ കൈയോട്ട് ഇങ്ങനെ ഉടയ്ക്കുമ്പോ ഞങ്ങളില്ല, അവളുടെ അത്ര ടേസ്റ്റ് ഇല്ല. ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതല്ലാണ്ട് ഇങ്ങനെ കൂട്ടി കുഴച്ചുണ്ടാകാൻ നല്ല രസമുണ്ട്. ഇതിന്റെ ചാറും നല്ല രസമുണ്ട്. നിനക്കൊന്നും തോന്നണേ? എരിവാ? എരിവുണ്ട്. ജഗുന്റെ അഭിപ്രായം തൊട്ട് ചക്കക്കുരു കഴിച്ചിട്ട് എന്നിട്ട് തോന്നണേ? പുളി ഉപ്പ് എന്നൊന്നും പറയരുത് കേട്ടോ. മധുരം ഓക്കെ. 7 സ്പൂണാണ് മുളക് പൊടി. 3 സ്പൂൺ ഇട്ടിട്ടുള്ളോ? ഇല്ല മുളക് പൊടി അപ്പം ഇട്ടത് തന്നെയുള്ളോ? ലാസ്റ്റ് അച്ഛൻ കുരുമുളക് പൊടി ഇട്ടതാ. കുരുമുളക് പൊടി ഒരു ചൊടിയും കൂടി കൂടിട്ടാണ്. ഇതെല്ലാം കൊണ്ടുവച്ചിട്ടില്ലല്ലോ. സരിത ചോറ് കഴിയാറായിട്ടാ. തന്റെ ചോറ് കഴിയാറായി. ഇവനും കൂടി കൊടുക്കണായിരുന്ന കൈകൊണ്ട് പണിയെടുക്കാൻ മടി. ചോറ് എടുക്കട്ടെ. അതന്നെ. ഭയങ്കരമായിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ. ഇപ്പൊ നമുക്ക് നിർത്താം. അടിപൊളി. കറക്റ്റ്